പക്ഷേ എനിക്ക് വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു വഹിദാറു മസബ്ബതി ലവജതനി സംഹൻ ബിദാക മുബീനാ. മുസ്ലിമായില്ല അബൂ ത്വാലിബ്. എന്ത് കാരണം? സ്വന്തം കൂട്ടുകാർ കാരണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല സ്വാലിഹീങ്ങളായ നല്ല മക്കളെ അള്ളാഹു കൂട്ടുകാരായി കൊടുക്കട്ടെ. നമ്മൾക്കും അള്ളാഹു നല്ല സുഹൃത്തുക്കളെ അള്ളാഹു തരട്ടെ. നമ്മൾ അള്ളാഹുലേക്കാണ് ശരിക്കും എടുത്താണ്ടല്ലോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അള്ളാഹുവിന് ശരിയാക്കി തരുന്ന കച്ചറ കൂട്ടുകാരെ പിന്നെ നമ്മോട് വിളിക്കാതെ ആവും, നമ്മുടെ അടുത്ത് വരാതെ ആവും. അവരൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. നല്ല കൂട്ടുകാർ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു തദ്ബീറാണ്, അള്ളാഹുവിൻ്റെ തൈസീറാണത്. അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ അള്ളാഹ് കൊണ്ടുവരും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും നമ്മുടെ കൂട്ടുകാരിൽ. നമ്മുടെ അടുത്ത് വരുന്ന മുഴുവൻ ആളൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിൽ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ കൂടെ കമ്പനി നടക്കുന്നുണ്ടാവും. നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ തുടങ്ങിയാൽ അവരൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അവർ പിന്നെ വിളിക്കാണ്ടാവും, അവർ വരാതാവും. പിന്നെ കാരണമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അള്ളാഹു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സർക്കിൾ അള്ളാഹു ഫിൽട്ടർ ചെയ്യുന്ന, അള്ളാഹുലേക്ക് അടുക്കണം. പുണ്യനബി തങ്ങൾ അള്ളാഹു കൊണ്ടുപോകുന്ന യാത്രയാണ്. ബുറാഖിന്റെ മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ എവിടെയാണോ ബുറാഖിന്റെ കണ്ണിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് ബുറാഖിന്റെ കാല് വെക്കുന്നത്. അങ്ങനെ ചവിട്ടി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം. ഇതിന്റെ സെക്കൻഡൊന്നും വേണ്ട മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താൻ. രാത്രിയാണ് മസ്ജിദുൽ അഖ്സയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖ് എന്ന വാഹനം കെട്ടിയിട്ടു. എവിടെ? ബുറാഖിനെ കെട്ടിയിടുന്ന ഒരു സാരിയ എന്ന് പറഞ്ഞ പില്ലർ എന്നാണ്. പില്ലർ, തൂണില്ലേ പില്ലർ, ആ പില്ലറാണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ പ്രകാശത്തിന്റെ കരം കൊണ്ട് ചെത്തിക്കൊടുത്തുണ്ടാക്കിയ ഒരു ചെറിയ പില്ലറാണത്. അവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഇന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോയാൽ, ഇപ്പോൾ മസ്ജിദുൽ അഖ്സ സിയാറത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പോകാറുണ്ട്. അവിടെ മസ്ജിദുൽ ബുറാഖ് കാണാൻ കഴിയും. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങിയ ഖിബല എങ്ങോട്ടാണെങ്കിൽ വലതു ഭാഗത്ത് ഒരു പള്ളിയാണ്. സ്റ്റെപ്പ് ഇറങ്ങി ഉള്ളിലേക്ക് ചെന്ന ചെറിയ പള്ളി, സ്റ്റേജിൻ്റെ അത്രയുള്ള പള്ളി. അവിടെ ഒരു ചുമരിൽ ഒരു വട്ടക്കണ്ണിയുണ്ട്, ഇരുമ്പിൻ്റെ ഒരു റിങ്. ആ റിങ് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. അവിടെയാണ്. ആ ഇരുമ്പുമ്മലല്ല കെട്ടിയിട്ടത്, ആ ഇരുമ്പ് നിൽക്കുന്നത് ഒരു പാറയിലാണ്. ഇപ്പം അത് ചുമരാണ്. ആ പാറയിലാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഒരു പാറയുടെ ഒരു പില്ലറുണ്ട്, പാറയുടെ ഒരു തൂണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വാഹനത്തെ പുണ്യനബി കെട്ടി. എന്തിനാ ഇപ്പം നബി കെട്ടിടേണ്ട ആവശ്യം ചോദിക്കാലോ? അത് സ്വർഗത്തിന് കൊണ്ടുവന്ന വാഹനല്ലേ, അത് അവിടുന്ന് പോകുന്നില്ലല്ലോ, അവിടെ ഉണ്ടാവുമല്ലോ. തങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനല്ലേ, അതിനിപ്പോ കെട്ടിയിടേണ്ട കാര്യമുണ്ടോ? വേണം. അഖ്ദും ബിൽ അസ്ബാബ്, നമ്മൾ സബബുകൾ ചെയ്യണം. അല്ലാഹുവാണ് മുസബ്ബിബുൽ അസ്ബാബ്. നമ്മൾ ചെയ്യണം. അത് നമ്മളൊരു വാഹനവുമായി വന്നാൽ ശരിക്കും പാർക്ക് ചെയ്യണം. ഒട്ടകത്തെ കൊണ്ടുവന്ന് നബി തങ്ങളുടെ മജ്ലിസിലേക്ക് വരുമ്പോഴേ സ്വഹാബി വന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, എൻ്റെ ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ നബിയെ? അതല്ല, കെട്ടിയിടാതെ അങ്ങയുടെ മജ്ലിസിൽ വന്ന് ഇരുന്നാൽ മതിയോ? തങ്ങൾ പറഞ്ഞെന്താണ്? യഅഖിൽഹാ വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ വാഹനത്തെ കെട്ടിയിടണേ, എന്നിട്ട് അല്ലാഹുവിനോട് തവക്കുലാക്കിക്കോളി, എന്നിട്ട് അല്ലാഹുവിനെ ഏൽപ്പിക്കിൻ, എന്നിട്ട് ഇവിടെ വന്നിരിക്കും. കെട്ടിടാതെ അള്ളാഹിനെ ഏൽപ്പിച്ചു പോകുന്ന ആ ഒട്ടകം, നിങ്ങൾ അതിനോട് ചെയ്യേണ്ട ഒരു കാരണം നിങ്ങൾ ചെയ്തിട്ടില്ല, ഒരു സബബ്. അതിനെ കെട്ടിയിടണം. കെട്ടിയിട്ടാലും ഒരാൾ വേണമെങ്കിൽ അതിനെ അഴിച്ചു കൊണ്ടുപോകാം, അത് അള്ളാഹിന്റെ ഖദാ. അത് നിങ്ങൾ തവക്കുലാക്കി വിട്ടാൽ മതി, അള്ളാഹു നിയന്ത്രിച്ചോളും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്യണം. അതാണ്. കുട്ടി തീരെ എക്സാമിന് പഠിക്കണില്ല, SSLC എക്സാം വരെയാണ്. ദ്വാരക്കണേ എന്ന് പറഞ്ഞ് നടക്കുക. കുട്ടി ജന്മത്തിൽ ബുക്ക് എടുത്ത് പഠിക്കണില്ല, വല്ല കാര്യമുണ്ടോ? അവൻ പഠിക്കണം. പഠിച്ചാൽ തന്നെ ചിലപ്പോൾ എക്സാമിനൊന്ന് പനി വന്ന് പോകാൻ പറ്റിയില്ല എന്ന് വരും, എക്സാമിനെന്നെല്ലാം മറന്നു വരും. അതിന് ദ്വാരപ്പിക്കണം. അധ്വാനിക്കുക, കൂടെ ദ്വാരക്കും ചെയ്യുക. അധ്വാനം അല്ലാണ്ട് നമ്മൾ ദ്വാരന്നിട്ട് മാത്രം കാര്യം. അസ്സമാഉ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നിരിക്കുന്നു, ഭയങ്കര ദിക്റും സ്വലാത്തും ചൊല്ലി അവിടെ ഇരിക്കുക. അങ്ങനെ എന്താ പണി എന്ന് ചോദിച്ചു. ഞങ്ങൾ യമനിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ. എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു ഉമർ എന്നവർ റളിയല്ലാഹു അൻഹു. നബിക്ക് ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്നാ. പക്ഷെ നബി ഇല്ല, അതുകൊണ്ട് ഉമർ നബി ആയില്ല. പക്ഷെ ഒരു നബി ആകുമെങ്കിൽ ഇയകും മിൻ ബഅദി നബിയ്യുൻ ഫഉമർ, അങ്ങനത്തെ മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെന്നാ ഭക്ഷണം? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊണ്ടുതരൂലേ, ഞങ്ങൾ അത് നിന്ന് ഇവിടെ ഇരുന്നുകൊണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഇരിക്കുക, എപ്പോൾ വരാമെന്ന് പറഞ്ഞു. വടി എടുക്കാൻ പോയതാ. അതിൽ ഇവർ എഴുന്നേറ്റ് ഓടി. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ആകാശത്ത് നിന്ന് സ്വർണം വെള്ളി ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? പോയി പണിയെടുക്കുന്നു പറഞ്ഞു.
ജോലി ചെയ്യാതെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുറച്ചാൾക്കാർക്ക് അടി കിട്ടി, അല്ലാത്തൊരു മുമ്പ് നിന്ന് ഇറങ്ങി ഓടി. ഉമർ തങ്ങളുടെ പഠിപ്പിക്കുക, അത് സബബ്, നമ്മൾ സബബ് ചെയ്യണം. ജോലി അന്വേഷിക്കുന്നുണ്ട്, പഠിച്ചിട്ടില്ല, ഒരു ഡിഗ്രി ഇല്ല, PG ഇല്ല, ഒരു സർട്ടിഫിക്കറ്റും ഇല്ല, ആഗ്രഹിക്കുന്നത് എഞ്ചിനീയർ ആവണമെന്ന്. എഞ്ചിനീയർ പണി കിട്ടണം, നടക്കുമോ? ഇല്ല. നിങ്ങൾ ഇവിടെ നിന്ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണ ഫ്ലൈറ്റ് അല്ല ട്രെയിനിൽ കയറി ഇരുന്നിട്ട് പറയാം, പഠിച്ചോനെ ബോംബെക്ക് എത്തിക്കണേ, വല്ല കാര്യമുണ്ടോ? ബോംബെക്കുള്ള ട്രെയിനിൽ തന്നെ കയറണ്ടേ? സബബ് ചെയ്യണ്ടേ? സബബ് ചെയ്യണം, എന്നിട്ട് അള്ളാഹിനോട് തവക്കുലാക്കണം. നമ്മൾ കയറി ഇരുന്നാൽ തന്നെ ഏതെങ്കിലും വല്ല പാലം പൊളിഞ്ഞു വീണത് യാത്ര മുടങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം, അവിടെ എത്തണമെന്നില്ല, അതിനിടക്ക് ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാരണം നിങ്ങൾ ചെയ്തു വെക്കണം. ബാക്കി അലല്ലാഹ്. അതിനാണ് നബി തങ്ങൾ ബുറാക്കിനെ കെട്ടിയിട്ടത്, അത് പഠിപ്പിക്കാൻ. ഓരോ വാക്കുകളും ഹബീബിൻ്റെത് പാഠമാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഖുർആൻ ആരംഭിച്ചാൽ അതിനുശേഷം പറയാൻ പോകുന്ന വിഷയം അതീവ ഗൗരവമുള്ള മഹാത്ഭുതമാണ്. അപ്പോഴാ സുബ്ഹാന എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. അല്ലാഹുവേ നിന്റെ കഴിവ് എത്രയാ പടച്ചവനെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ഇങ്ങനെ വരണം. നമ്മൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലുന്നുണ്ട്. ഇടയ്ക്ക് ഒരു തവണയെങ്കിലും അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാ റബ്ബേ, നമ്മൾ എത്ര മോശക്കാരാ. നമ്മൾ കൽബിൽ ഈ ദേഷ്യവും പകയും വൈരാഗ്യവും കണ്ടുകൂടായ്മയും നുണപറച്ചിലും വൈരാഗ്യം പറയലും കുറ്റം പറച്ചിലും. അല്ലാഹുവേ നിനക്കിതൊന്നും ഇല്ലല്ലോ റബ്ബേ, നീ എത്ര ശുദ്ധനാണ് പടച്ചവനെ. സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇപ്പോൾ ക്ഷീണിച്ചാൽ ഉറങ്ങും അല്ലേ? നമുക്ക് ഉറക്കം വന്നാൽ ഉറങ്ങൂലേ? നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റൂല, നമ്മൾ തളർന്ന് ക്ഷീണിച്ചു പോകും. അള്ളാഹുവിന് ഉറക്കില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയെങ്കിൽ അള്ളാഹു ഉറങ്ങുന്നില്ല. ലാ തഖുദുഹു സിനതുൻ വലാ നൗം, നോ സ്ലംബർ നോ സ്ലീപ്പ് ഓവർടേക്സ് ഹിം. അള്ളാഹ്ക്ക് ഈ തൂങ്ങി ഉറക്കം സാധാ ഉറക്കൊന്നും അള്ളാഹ്ക്കില്ല. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും അള്ളാഹു ഉണർന്നിരിക്കുകയാണ്. അള്ളങ്ങാനൊരു സെക്കൻഡ് ഉറങ്ങിയാൽ കഴിഞ്ഞില്ല ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനക്, പടച്ചവനെ ഞങ്ങളൊക്കെ മരിച്ചു പോകും, നിനക്ക് മരണമില്ല, നീ എന്തൊരു പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് അസുഖം വരും, നിനക്കത് ഇല്ലല്ലോ പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. ഞങ്ങൾക്ക് എത്ര ന്യൂനതയുണ്ട് റബ്ബേ, ഞങ്ങൾ അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. നിനക്ക് നീ ഇൽമ്, എല്ലാ ഇൽമും നിന്നിൽ നിന്നല്ലേ പടച്ചവനെ. ഇതാണ് ഈ സുബ്ഹാന എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. സുബ്ഹാന റബ്ബിയൽ അദീമ ബിഹംദിഹി എന്ന് റുകൂൽ പറയുമ്പോഴും, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് സുജൂദിൽ പറയുമ്പോഴും, റുകൂലിൽ സുബ്ഹാന റബ്ബിയൽ അദീമ ബിഹംദിഹി എന്ന് പറയുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഖൽബിലേക്ക് കൊണ്ടുവരണം. അല്ലാഹ് പരിശുദ്ധനാണ്. നമ്മളാണെങ്കിലോ ശുദ്ധിയില്ലാത്തവരാ, നമ്മളിൽ ന്യൂനതകളുണ്ട്, അല്ലാഹുവിന് ന്യൂനതകളില്ല. നമ്മൾ മറക്കും, അല്ലാഹ് മറക്കൂല. സുബ്ഹാന ജല്ല ജലാലു. അതാണ് അല്ലാഹു. പുണ്യ നബി തങ്ങളെ അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന യാത്രയാണിത്. അല്ലാഹനെ കാണാൻ പോകുന്ന, അല്ലാഹന്റെ അടുത്തേക്കുള്ള യാത്രയാണിത്. നിങ്ങൾക്കറിയോ, നമ്മളോടൊക്കെ അല്ലാഹു നേർക്കുനേരെ സംസാരിക്കും. കാണാൻ ഭാഗ്യമുള്ളവർ സ്വർഗത്തിലുള്ളവരായിരിക്കും. പക്ഷെ എല്ലാവരോടും അല്ലാഹു സംസാരിക്കും. ഇവിടെ ഇരിക്കണ എല്ലാവരോടും, എന്നോട്, നിങ്ങളോടും ഒക്കെ, മരിച്ചുപോയവരോടും ഇനി വരാനിരിക്കുന്ന മനുഷ്യരോട് മുഴുവനും, നിങ്ങൾ ഓരോരുത്തരോടും. ഹബീബാ നബിയുടെ ഹദീസാണ്, വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരു ഇടനിലക്കാരനില്ലാതെ അല്ലാഹു നേർക്കുനേരെ നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. നിങ്ങളോട് അല്ലാഹു ചോദ്യം ചെയ്യും. കുട്ടികളെ ഒഴിവാവുള്ളൂ, ഭ്രാന്തന്മാരെ ഒഴിവാവുള്ളൂ, മുഖല്ലഫല്ലാത്ത ആൾക്കാരെ ഒഴിവാവുള്ളൂ. പ്രായപൂർത്തിയും ബുദ്ധിയുമായ മുഴുവൻ മനുഷ്യരോടും, മുസ്ലിമിനോടും മുസ്ലിം അല്ലാത്തവനോടൊക്കെ അല്ലാഹു തആല സംസാരിക്കും. ഇല്ലാ വയുകല്ലിമുഹു റബ്ബു, അല്ലാഹു നേർക്കുനേരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അലി തങ്ങൾ പറയാണ്, ചില ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ യസ്ഖുതു ലഹ്മു വജ്ഹി, മുഖത്തെ ഇറച്ചിങ്ങോട്ട് വീഴുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നാണിച്ച് നിൽക്കാൻ കഴിയില്ല. കള്ളു കുടിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ പിന്നാലെ പോയിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ട്, മോഷണം ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, കള്ളത്തരമാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും? അള്ളാഹ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും? മുഖത്തെ മാംസം വീണുപോകുന്ന ആളുകളുണ്ട്. ചിലര് പറയും, എന്നെ കൊണ്ടുപോകല്ലിൻ, മലക്കുകളെ കൊണ്ടുപോകുക, എനിക്ക് വേണ്ട, എനിക്ക് അള്ളാഹിനെ കാണണ്ട, എന്നെ നരകത്ത് കൊണ്ടുപോയിട്ടോളൂ. എന്നാൽ എനിക്ക് അള്ളാഹിനെ കാണാൻ പറ്റൂല. ഞാൻ എന്താ അള്ളാഹ്ക്ക് മറുപടി പറയാം? എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഞാൻ എന്തെൻ്റെ റബ്ബിനോട് പറയും? അതുകൊണ്ട് മുഅ്മിനെ മിഅ്റാജും ഇസ്റാഇനെ സംബന്ധിച്ചും പറയുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നവരാ നമ്മളൊക്കെ. നമ്മളോടൊക്കെ അള്ളാഹു നേരിട്ട് സംസാരിക്കും. ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിക്കോളി, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, അത് ഉറപ്പാണ്. എന്ത് മറുപടിയാണ് അള്ളാഹ്ക്ക് കൊടുക്കാൻ പോണത്? പടച്ചോനെ, ലോകകപ്പ് കാണാൻ വേണ്ടി ഇങ്ങനെ കട്ടൗട്ടൊക്കെ ഉണ്ടാക്കി കുറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റുപ്യ ചെലവഴിച്ച് നാട്ടിൽ ഫാൻ അസോസിയേഷൻ്റെ ആളായിരുന്നു ഞാൻ.